പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഡെയിലി മലയാളം ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചോദ്യപേപ്പർ 2019 നടന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ചോദ്യപേപ്പറാണ്. ഈ എക്സാം നടന്നത് ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയിട്ടും കോട്ടയം ജില്ലയ്ക്ക് വേണ്ടിയിട്ടും തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ടുമാണ്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ എക്സാം നടന്നത് 5 ഘട്ടമായിട്ടാണ്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, മലയാളം എക്സ്പ്ലനേഷൻ. ഒന്നാമത്തെ ചോദ്യത്തിലോട് കടക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ സർവനാമം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ സർവനാമം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മരം, കറുപ്പ്, അവൾ, കുടം എന്നിവയാണ് ഓപ്ഷൻസിൽ നൽകിയിരിക്കുന്നത്. സർവനാമം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഉത്തരം എന്ന് പറയുന്നത് സർവനാമം എന്ന് പറയുന്നത് ഏതാണ്? അവൾ, ഷീ അല്ലെ സർവനാമമാണ്. ഏത്? അവൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അടുത്ത ചോദ്യം, ആഗമസന്ധിക്ക് ഒരു ഉദാഹരണം ഏതാണ്? ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്ക് നോക്കാം. തിരുവാതിര, കസവുളി, വെള്ളാച്ചൽ, മഴക്കാലം എന്നിവയാണ് ഉത്തരങ്ങളായിട്ട് നൽകിയിരിക്കുന്നത്, ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ എന്താണ് ആഗമസന്ധിക്ക് ഉദാഹരണം എന്ന് പറയുന്നത്? ഏതാണ്? തിരുവാതിരയാണ്. ഏതാണ്? തിരുവാതിര. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതായി ഒരു വർണ്ണം കൂടി ആഗമിക്കുന്നതാണ്. ആഗമസന്ധി എന്ന് പറയുന്നത്. എന്താണ്? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതായി ഒരു വർണ്ണം കൂടി ആഗമിക്കുന്നതാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. തിരു പ്ലസ് ആതിര ചേർന്ന് തിരുവാതിരയായിട്ട് മാറുന്നു. തിരു പ്ലസ് ആതിര എന്തായിട്ട് മാറുന്നു? തിരുവാതിരയായിട്ട് മാറുന്നു. ഇവിടെ വാ എന്ന വർണ്ണം എന്ത് ചെയ്യുകയാണ് ചെയ്തത്? ആഗമിക്കുകയാണ് ചെയ്തത്. ഇവിടെ നോക്കാം. തിരു പ്ലസ് ആതിര. അപ്പൊ വാ എന്ന് പറയുന്ന വർണ്ണം എന്ത് ചെയ്തു? ആഗമിച്ചു. അതുകൊണ്ടാണ് ഇത് ആഗമസന്ധി എന്ന് പറയുന്നത്. തിരുവാതിര എന്താണ്? ആഗമസന്ധിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 93ാമത്തെ ചോദ്യമാണ്. ശരിയായ പദം ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ശരിയായ പദം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്പദിഷ്ണു എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിക്കും ഉത്പദിഷ്ണു നമ്മളത് പ്രൊണൗൺസ് ചെയ്യുന്നത്, ശരിക്കും പറയുന്നത് ഓപ്ഷൻ ബി ഉത്പദിഷ്ണു ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ഉത്പദിഷ്ണു ആണ് ശരിയായ പദം എന്ന് പറയുന്നത്. ഉത്പദിഷ്ണു. ഓക്കെ അല്ലേ? പദശുദ്ധി നമുക്ക് നോക്കാം. യുധിഷ്ഠിരൻ ഇങ്ങനെയാണ് എഴുതുന്നത്. ടായല്ല, വട്ടം ഠായാണ്. യുധിഷ്ഠിരൻ. അനുഷ്ടുപ്പ് ശ്രദ്ധിക്കുക. അനുഷ്ടുപ്പ്. സർവധ എഴുതുന്നത് ശ്രദ്ധിക്കുക. അനുഷ്ഠാനം ഠ വട്ടം ഠായാണ് ഇവിടെ വരുന്നത്, ടായല്ല. അനുഷ്ഠാനം. ഹരിശ്ചന്ദ്രൻ ശ്രദ്ധിക്കുക. ഹരിശ്ചന്ദ്രൻ എഴുതുന്നത് ശ്രദ്ധിക്കുക. ഹരിശ്ചന്ദ്രൻ. അധസ്ഥിതം എഴുതുന്നത് നോക്കാം. പദശുദ്ധി. യുധിഷ്ഠിരൻ, അനുഷ്ടുപ്പ്, സർവധ, അനുഷ്ഠാനം, ഹരിശ്ചന്ദ്രൻ, അധസ്ഥിതം എന്നിവയാണ് പദശുദ്ധിയിൽ ശരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ചോദ്യം, ഘാതകൻ. ഘാതകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൊലയാളിയാണോ, കൃഷിക്കാരനാണോ, ഭടനാണോ, ഭക്ഷിക്കുന്നവൻ എന്നിവയാണ് ഓപ്ഷൻസിൽ നൽകിയിരിക്കുന്നത്. ഘാതകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭക്ഷിക്കുന്നവനാണ്. ഭക്ഷിക്കുന്നവൻ. ഘാതകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭക്ഷിക്കുന്നവനാണ്. ഘാതകൻ, ഭക്ഷിക്കുന്നവൻ. അർത്ഥവ്യത്യാസം നമുക്ക് നോക്കാം. അങ്കുരം എന്ന് പറഞ്ഞാൽ എന്താ? നാവാണ്. അങ്കുരം എന്ന് പറഞ്ഞാൽ നാവാണ്. അങ്കുരം നാവാണ്. എന്നാൽ അങ്കുശം എന്ന് പറഞ്ഞാൽ എന്താണ്? തോട്ടിയാണ്. അങ്കുശം തോട്ടി. അങ്കുരം നാവ്, അങ്കുശം തോട്ടിയാണ്. വ്രാതം എന്ന് പറഞ്ഞാൽ എന്താ? വ്രാതം എന്ന് പറഞ്ഞാൽ കൂട്ടം. വാദം എന്ന് പറഞ്ഞാൽ കാറ്റാണ്. വ്രാതം എന്ന് പറഞ്ഞാൽ കൂട്ടവും വാദം എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റുമാണ്. ഉന്മാദം എന്ന് പറഞ്ഞാൽ വധം. ഉന്മാദം എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. ഉന്മാദം എന്ന് പറഞ്ഞാൽ വധവും ഉന്മാദം എന്ന് പറഞ്ഞാൽ ഭ്രാന്തുമാണ്. കടമ്പയാണെങ്കിൽ വേലിയാണ്. വേലിയാണ്. കടമ്പാണെങ്കിൽ വൃക്ഷമാണ്. വേലി. കടമ്പാണെങ്കിൽ വൃക്ഷമാണ്. ഓക്കെ അല്ലെ? ഉക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കാണ്. ഉക്തി എന്ന് പറഞ്ഞാൽ വാക്കാണ്. അങ്കുരം നാവ്, അങ്കുശം തോട്ടി, വ്രാതം കൂട്ടം, വാദം കാറ്റ്, ഉന്മാദം വധം, ഉന്മാദം ഭ്രാന്ത്, കടമ്പ വേലി, കടമ്പ് വൃക്ഷം, ഉക്തി എന്ന് പറഞ്ഞാലോ വാക്കാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കുഞ്ഞുണ്ണി.
കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ്? കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഗുരുസാഗരം, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ഉഷ്ണമേഖല, മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്നിവയാണ് ഓപ്ഷൻസിൽ നൽകിയിരിക്കുന്നത്. അതിൽ കുഞ്ഞുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം OV വിജയന്റെ ഗുരുസാഗരം എന്ന് പറയുന്ന കൃതിയിലേതാണ്. ഏതിലെയാണ്? ഗുരുസാഗരം. ഗുരുസാഗരം കുഞ്ഞുണ്ണി. ഓക്കെ അല്ലേ? ചില കഥാപാത്രങ്ങളും കൃതികളും നമുക്ക് നോക്കാം. അമ്മുലു, ലക്ഷ്മി, മണിയൻ അത്തിമ്പാർ, യജ്ഞേശ്വരയ്യർ, അമ്മാഞ്ചി, രഘു, ആദിനാരായണ സ്വാമി, പാട്ട ഇവർ കഥാപാത്രങ്ങളായി വരുന്ന മലയാറ്റൂരിന്റെ നോവലാണ് കഥാപാത്രങ്ങളായിട്ടുള്ള മലയാറ്റൂരിന്റെ നോവലാണ് ഏത്? വേരുകൾ. ഏതാണ്? വേരുകളാണ്. അടുത്തത് സേതു എന്ന് പറയുന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? കാലം. ഏതാണ്? കാലമാണ്. ഓക്കെ അല്ലേ? എട്ടുകാലി മമ്മൂഞ്ഞ്, മണ്ടൻ മുത്തപ്പ എന്നിവർ കഥാപാത്രമായിട്ട് വരുന്നത് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന് പറയുന്ന നോവലിലാണ് അല്ലെങ്കിൽ കൃതിയിലാണ്. അപ്പുക്കിളി മൈമുനയും ഇതിലാണ് വരുന്നത്? ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന കൃതിയിലേതാണ് അപ്പുക്കിളി, മൈമുന എന്നീ കഥാപാത്രങ്ങൾ. മല്ലനും മാരയും, മല്ലൻ, മാര എന്നിവ നെല്ലിലെ കഥാപാത്രങ്ങളാണ്. മല്ലൻ, മാര എന്നിവ നെല്ലിലെ കഥാപാത്രങ്ങളാണ്. മല്ലൻ, മാര. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ഏതാണ്? കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. കേരള കാളിദാസൻ എന്ന് അറിയപ്പെടുന്നത്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരള ചോസർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ചീരാമകവിയാണ്. ചീരാമകവി. കേരള എമിലി ബ്രോണ്ട് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? രാജലക്ഷ്മി. ആരാണ്? രാജലക്ഷ്മിയാണ് കേരള എമിലി ബ്രോണ്ട് എന്നറിയപ്പെടുന്ന വ്യക്തി. രാജലക്ഷ്മിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? എന്ന് ചോദിച്ചിരിക്കുന്നു. തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? UA ഖാദർ. ആരുടെ കൃതിയാണ്? UA ഖാദറിന്റെ കൃതിയാണ് തൃക്കോട്ടൂർ പെരുമ എന്ന് പറയുന്ന കൃതി. UA ഖാദർ. ഓക്കെ അല്ലെ? ചില കൃതികളും കർത്താക്കളും നമുക്ക് നോക്കാം. ഇരട്ട മുഖമുള്ള നഗരം എന്ന് പറയുന്ന കൃതി ബെന്യാമിന്റെ കൃതിയാണ്, അല്ലെങ്കിൽ ബെന്യാമിനാണ് അതിന്റെ രചയിതാവ്. ഇരട്ട മുഖമുള്ള നഗരം ബെന്യാമിൻ. ആയുസിന്റെ പുസ്തകം CV ബാലകൃഷ്ണനാണ്. മീരാസാധു ആരാണ്? KR മീരയുടെ രചനയാണ്. പരൽമീൻ നീന്തുന്ന പാടം അത് ആത്മകഥ. ആരുടെ ആത്മകഥയാണ്? സുഭാഷ് ചന്ദ്രന്റെ ആത്മകഥയാണ് പരൽമീൻ നീന്തുന്ന പാടം. പ്രണയത്തിന്റെ മൂന്നാം കണ്ണ് എന്ന് പറയുന്നത് KV മോഹൻകുമാറിന്റെ രചനയാണ്. പ്രണയത്തിന്റെ മൂന്നാം കണ്ണ് KV മോഹൻകുമാർ. പുറപ്പാടിന്റെ പുസ്തകം എന്ന് പറയുന്നത് VJ ജെയിംസിന്റെയാണ്. ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്ന രചന TD രാമകൃഷ്ണന്റേതാണ്. ഓക്കെ അല്ലെ? അടുത്ത ചോദ്യം, ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? സന്തോഷ് എച്ചിക്കാനമാണ് ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത്. സന്തോഷ് എച്ചിക്കാനം. ചില ചെറുകഥകളും കർത്താക്കളും നമുക്ക് നോക്കാം. നെയ്പായസം മാധവിക്കുട്ടിയുടേതാണ്. വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്നത് തകഴി ശിവശങ്കര പിള്ളയുടേതാണ്. ഒരിടത്ത് സക്കറിയയുടെ ചെറുകഥയാണ് ഒരിടത്ത്. എട്ടുകാലി എന്ന് പറയുന്നത് OV വിജയന്റെ ചെറുകഥയാണ്. ആത്മഹത്യ രാജലക്ഷ്മിയുടെ ചെറുകഥയാണ്. നാലാം ലോകം എന്ന് പറയുന്നത് NS മാധവന്റെ ചെറുകഥയാണ്. ദാഹിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് സേതുവിന്റെ ചെറുകഥയാണ്. നെയ്പായസം മാധവിക്കുട്ടി, വെള്ളപ്പൊക്കത്തിൽ തകഴി, ഒരിടത്ത് സക്കറിയ, എട്ടുകാലി OV വിജയൻ, ആത്മഹത്യ രാജലക്ഷ്മി, നാലാം ലോകം NS മാധവൻ, ദാഹിക്കുന്ന ഭൂമി സേതു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഞാൻ സഹായിക്കും എന്ന വാക്യത്തിന്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ്? ഞാൻ സഹായിക്കും എന്ന് പറഞ്ഞാൽ I will assist ആണ്. ഞാൻ സഹായിക്കും. വിൽ എന്ന് പറഞ്ഞാലാണ് നമ്മൾ ചെയ്യും എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ. I will assist എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ സഹായിക്കും. I will assist.
അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യമാണ് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്നതിന് അനുയോജ്യമായത് ഏതാണ്? ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക എന്നുള്ളതാണ് എന്ത്? ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. ചില വിവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഇഫ് there is a will there is a way. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഇഫ് there is a will there is a way. As you sow so shall you reap. വിതയ്ക്കുന്നതേ കൊയ്യൂ. As you sow so shall you reap. വിതയ്ക്കുന്നതേ കൊയ്യൂ. ഐവറി ടവർ. ഐവറി ടവർ എന്ന് പറഞ്ഞാൽ എന്താ? ദന്തഗോപുരം. ഐവറി ടവർ ദന്തഗോപുരം. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. തനിക്കു താനും പുരയ്ക്ക് തൂണും. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. തനിക്കു താനും പുരയ്ക്ക് തൂണും. ലുക്ക് ബിഫോർ യു ലീപ്പ്. ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരുന്നിട്ടേ കാല് നീട്ടാവൂ. ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ടേ കാല് നീട്ടാവൂ. ഇഫ് there is a will there is a way. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. As you sow so shall you reap. വിതയ്ക്കുന്നതേ കൊയ്യൂ. ഐവറി ടവർ ദന്തഗോപുരം. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. തനിക്ക് താനും പുരയ്ക്ക് തൂണും. ലുക്ക് ബിഫോർ യു ലീപ്പ്. ഇരുന്നിട്ടേ കാല് നീട്ടാവൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു 2019 നടന്ന ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയിട്ടും കോട്ടയം ജില്ലയ്ക്ക് വേണ്ടിയിട്ടും തൃശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ടും നടന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ മലയാളം ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു മലയാളം ഡെയിലി ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ക്ലാസ്സുകൾക്ക്